നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ സമരം ചെയ്യുന്ന പ്രതിഷേധക്കാർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അസാധാരണമായ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി അത്തരത്തിൽ വലിയ രീതിയിൽ വാർത്താ സമ്മേളനം നടത്താറില്ല. രാജ്യത്തെ അഭിസംബോധന ചെയ്യാറുള്ളത് ചെറുതായിട്ടാണ്. ഇനി രാജ്യത്തെ നടുക്കിയ പല സംഭവങ്ങളുണ്ടായിട്ടും അദ്ദേഹം അത്തരത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ ജൻസി പ്രക്ഷോഭത്തിന് മുന്നിൽ പ്രധാനമന്ത്രി വീണു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. എന്തായാലും ആ പ്രശ്നത്തെ വളരെ ഗൗരവകരമായി തന്നെ പ്രധാനമന്ത്രി എടുക്കുകയും അദ്ദേഹം ഈ പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. മെനിഞ്ഞാന്ന് ഒരു വീഡിയോ ഇട്ടിരുന്നു. പിന്നാലെ ഇന്നലെയും ഒരു വീഡിയോ അദ്ദേഹം പങ്കുവച്ചിരിക്കുകയാണ്. എന്താണ് പുതിയ വീഡിയോയിൽ പറയുന്നത്? വിശദമായി നോക്കാം. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള സർക്കാരിൻ്റെ നടപടികൾ വ്യക്തമാക്കി ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം വീഡിയോ പങ്കുവയ്ക്കുകയായിരുന്നു. ആദ്യ വീഡിയോയ്ക്ക് മികച്ച പ്രതികരണമാണ് കിട്ടിയത്. വെള്ളിയാഴ്ച രാത്രിയാണ് ഇൻസ്റ്റഗ്രാമിൽ രണ്ടാമത്തെ വീഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ രാത്രി നിങ്ങളെ നേരിൽ കാണാൻ അവസരം കിട്ടി. ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്കുള്ള നിങ്ങളുടെ പ്രതികരണത്തിന് നിർദ്ദേശങ്ങൾക്ക് നന്ദി എന്നായിരുന്നു പുതിയ വീഡിയോയിൽ മോദി പറഞ്ഞത്. കേന്ദ്രമന്ത്രിമാർ ഇൻസ്റ്റഗ്രാമിൽ സജീവമാകണമെന്ന് നേരത്തെ മോദി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്ത് പ്രധാനമന്ത്രി എത്തിയത്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മോദി പുതിയ വീഡിയോയും ആരംഭിച്ചത്. ഒപ്പം വീഡിയോയുടെ അവസാന ഭാഗത്ത് എന്നോടുള്ള നിങ്ങളുടെ സ്നേഹം നിലനിൽക്കും, ഞങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാകും, നന്ദി സുഹൃത്തുക്കളെ എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ പ്രതികൾക്കെതിരെ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ കൂടുതൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് നേരത്തെ മോദി വ്യക്തമാക്കിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച കേസുകൾ കൈകാര്യം ചെയ്യാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കുമെന്ന് ഡൽഹി ഹൈക്കോടതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മോദിയുടെ വീഡിയോ സന്ദേശം എത്തിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിൽ പ്രതിഷേധത്തിലുള്ള വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് വ്യാഴാഴ്ച പാതിരാത്രിയിലാണ് പ്രധാനമന്ത്രി ആദ്യ വീഡിയോ സന്ദേശം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. ഒറ്റ രാത്രി കൊണ്ട് നരേന്ദ്രമോദിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ 10 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് കൂടി. ഇതോടെ പ്രധാനമന്ത്രിയുടെ ആകെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണം 102 മില്യൺ കടന്നു. തന്റെ വീഡിയോയ്ക്ക് കിട്ടിയ ജനപ്രീതി ചൂണ്ടിക്കാണിച്ചാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി മന്ത്രിമാർക്കും എംപിമാർക്കും നിർദ്ദേശം നൽകിയത്. വികസന വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനു പകരം റീലുകളും തത്സമയ സംവാദങ്ങളും വഴി പുതിയ തലമുറയുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ മന്ത്രിമാരോടും എംപിമാരോടും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിവാദമായ നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചയെ ചൊല്ലി ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ CJP പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് രാജ്യത്തെ യുവാക്കളുടെ ക്ഷേമവും ഭാവിയുമാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ മുൻഗണനയെന്ന് പ്രധാനമന്ത്രി ഉറക്കെ പ്രഖ്യാപിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾക്കിടയിൽ യുവാക്കളുടെ ക്ഷേമത്തിനാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്നും ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് വേഗത്തിൽ ശിക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് വേഗത്തിലും കർശനവുമായ ശിക്ഷ ഉറപ്പാക്കും. നമ്മുടെ യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രാധാന്യമുള്ള മറ്റൊന്നുമില്ല. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് വേഗത്തിലും കർശനവുമായി ശിക്ഷ ഉറപ്പാക്കും. അതിനായി അതിവേഗ കോടതികൾ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ എല്ലാ നടപടികളും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഞങ്ങൾ സ്വീകരിച്ചു പോരുന്ന തുടർച്ചയായ നടപടികളുടെ ഭാഗമാണിത്. നമ്മുടെ യുവാക്കളുടെ ഭാവി വെച്ച് കളിക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ല എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയതിനു ശേഷം നീറ്റ് UG 2026 വിവാദത്തിൽ നടത്തിയ ആദ്യ പ്രതികരണത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയെ ഘോര പാപമെന്നായിരുന്നു പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഉത്തരവാദികളായവർ കർശനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയിൽ ചോദ്യപേപ്പർ ചോർച്ച സംഭവിക്കാതിരിക്കാൻ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ സംസ്ഥാന സർക്കാരുകളും കേന്ദ്രവും കൈകോർക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇത് കക്ഷി രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല, മറിച്ച് ദേശീയ താല്പര്യമുള്ള കാര്യമാണെന്നും കേന്ദ്രമന്ത്രിമാർ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭത്തെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഈ പ്രതിഷേധമൊന്നും അല്ല ഇപ്പം ഞാൻ കാണുന്നത്, പ്രകടനപരതയാണ് ഇപ്പോൾ കാണുന്നത്, നാടകം. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കുടുംബത്തിൻ്റെ നേതാക്കൾ, അവരാണല്ലോ കോൺഗ്രസിൻ്റെ നേതാക്കൾ, അതിനപ്പുറം ഒന്നുമില്ലല്ലോ, അവർ രണ്ടും കൂടി നടത്തിയ നിരോധിത മേഖലയിലുള്ള ആ ധർണയിൽ, ആ സമരത്തിൽ ഞാൻ കണ്ടത് അവരുടെ ഏറ്റവും എന്തോ കാര്യം സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെയാണ് അവർ പെരുമാറിയത്. 25 കുട്ടികൾ ആത്മഹത്യ ചെയ്തതിൻ്റെ പ്രതിഷേധ ജ്വാലയായിട്ട് വിശേഷിപ്പിച്ച ഒരു സമരത്തിൽ വാസ്തവത്തിൽ ഞാൻ കണ്ട അവർ ചിരിക്കുന്നു, ഇങ്ങനെ കൈകൊട്ടി പാടുന്നു, ഇപ്പോഴെന്തോ സംഭവിക്കാൻ പോകുന്നു, മോദിയുടെ ആപ്പീസ് പൂട്ടാൻ പോകുന്നു, അതോടുകൂടി തങ്ങളുടെ കുടുംബം
അവിടോട്ട് കയറി ഭരണം നടത്താൻ തുടങ്ങുന്നു എന്നുള്ള മട്ടിലൊരു സന്തോഷം മാത്രമാണ് നമുക്ക് കണ്ടത്. പിന്നെ കാണുന്ന കുറേ പെർവേർട്സുകൾ കാണിച്ചു കൂട്ടുന്ന കൂത്താട്ടങ്ങളാണ്. ഏതു മയക്കുമരുന്ന് അടിമയാകൾ പോലും കാണിക്കാത്ത തരത്തിലുള്ള പെർവേർഷൻസിൻ്റെ ഒരിക്കലും സഹിക്കാനാകാത്ത തരത്തിലുള്ള പ്രകടനങ്ങൾ, സെക്ഷൽ പെർവേർട്സ് നടത്തുന്ന പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞരമ്പ് രോഗികൾ നമ്മൾ മലയാളത്തിൽ പറയുന്ന ആൾക്കാർ സ്വന്തം പാൻറ്റിൻ്റെ സിപ്പ് വലിച്ചൂരിയിട്ട് അത് എക്സ്പോസ് ചെയ്യുന്ന എക്സിബിഷനിസ്റ്റുകൾ, അതുപോലെ തന്നെ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം അതിൻ്റെ ഒരു ഡെമോകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇതൊക്കെ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരമായിട്ട് മാറുന്നത്? പബ്ലിക് ഡൊമൈനിലുണ്ടിത്. എന്നിട്ട് മരിക്കാത്ത ഒരു പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് വ്യാജം പരത്തിക്കൊണ്ട് ആൾക്കാരെ ഇളക്കി മറിക്കുക, രോഷാകുലരാക്കി തീർക്കുക. അങ്ങനെയൊക്കെ ചമച്ചുകൊണ്ട് ഹോങ്കോങ്ങിൽ, ടിയാനൻമെൻ സ്ക്വയറിൽ, നേപ്പാളിൽ, ബംഗ്ലാദേശിൽ, ശ്രീലങ്കയിൽ ഒക്കെ നടന്നതുപോലെയുള്ള ഒരു വിപ്ലവം ഇവിടെ സൃഷ്ടിച്ചുകൊണ്ട് അധികാരത്തെ അട്ടിമറിച്ച് തൽപര കക്ഷികൾക്ക് അധികാരത്തിൽ വരാൻ സാധിക്കും എന്നുള്ള ഒരു മനോഭാവമാണ് ഞാൻ കണ്ടത്. ആ തരത്തിൽ അങ്ങനെ സാധിക്കാമെന്ന്. പക്ഷേ ജനങ്ങൾ ഇതിൽ പങ്കെടുത്തില്ല. ഈ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ഇപ്പോഴത്തെ ശരാശരി വയസ്സെന്ന് പറയുന്നത് 29. അവരുടെ പ്രാതിനിധ്യം വലുതായിട്ടൊന്നും ഇതിൽ കണ്ടില്ല. സെക്ഷൽ പെർവേർട്സുകളുടെ ധാരാളമായിട്ടുള്ള കൂത്തുകളാണ്. വമനേച്ഛ ഉളവാക്കുന്ന, നോസിയേറ്റിംഗ് ആയിട്ടുള്ള, ഛർദ്ദിക്കാൻ തോന്നുന്ന, ഓക്കാനം വരുന്ന തരത്തിലുള്ള പ്രകടനങ്ങളുടെ കൂത്താട്ടമാണ് അവിടെ തെരുവ് ഷോയിൽ കണ്ടത്. അവിടെയാണ് പറഞ്ഞത് പാർലമെൻറ്റിന് പകരം ഇനി കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക തെരുവുകളിൽ ആണ്. യോഗേന്ദ്ര യാദവ് അല്ലേ, എന്ന് പറയുന്ന സബോളജിസ്റ്റും തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റയാളുമായിട്ടുള്ള ആളുടെ വായിൽ നിന്ന് വീണ വാക്കുകളാണ്. ഇനി മുതൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക ഇലക്ഷനിലൂടെയല്ല, റെസിസ്റ്റൻസിലൂടെ ആയിരിക്കും, പാർലമെൻറ്റിലൂടെയല്ല, പകരം തെരുവുകളിലൂടെ അദ്ദേഹം അങ്ങ് പ്രഖ്യാപിക്കുക. അതിനുശേഷമാണ് നരേന്ദ്രമോദി അതുപോലെ തന്നെ വാങ്ചുക്ക്, രാജ്യത്തോട് ആത്മാർത്ഥതയുള്ള 2 നേതാക്കളുടെ പ്രസ്താവനകൾ നമ്മൾ കേൾക്കുന്നത്. നരേന്ദ്രമോദി ഇപ്പോൾ മൻ കി ബാത്തിൽ ഈ ഞായറാഴ്ചയും വരുന്നുണ്ട്, എല്ലാ ഞായറാഴ്ചയും വരുന്നത്. വളരെ നന്നായിട്ട് വേഷം ധാരണം ചെയ്തും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നല്ല മനോഹരമായ ഷോട്ടുമാണ് വരുന്നത്. ഈ ഷോട്ട് വളരെ പ്രതീകാത്മകമാണ്. അദ്ദേഹം താടി പോലും ശരിക്കും ട്രിം ചെയ്തിട്ടില്ല. വളരെ ക്ലോസ് അപ്പിലാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വരുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്തെ വിഷമം വളരെ വ്യക്തമാണ്.